പണ്ടൊക്കെ കൊച്ചിലെ ഇപ്പോഴും കൊച്ചൊക്കെയാണ്. പണ്ട് കൊച്ചിലെ ഇത് ഞാൻ LKG കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് വേണം പഠിപ്പിച്ചു തരാൻ. ഓക്കെ ആണല്ലോ. അപ്പനെ ഒരു 3ാം ക്ലാസ് 3 ഒക്കെയാണ്. ട്വൽത്ത് സ്റ്റാൻഡേർഡ് ഓക്കെയാണ്. ഈ ബ്രെഡ് എന്ന് പറയുന്ന സംഭവം എന്താണ്? ബ്രെഡ് നിങ്ങൾ നോക്കണം. നമ്മുടെ ഫ്രണ്ട് അറിയാമോ? ഇല്ല ഫസ്റ്റ് നിങ്ങൾക്ക് അറിയാമോ എന്താണ് പീരിയഡ്സ്? അറിയാം, നിങ്ങൾക്ക് അറിയാമോ? എനിക്ക് ഞാൻ ഗൂഗിൾ എങ്ങനെ തുടങ്ങുന്ന അറിയുള്ളൂ. അപ്പം ലെറ്റ്സ് ടോക്ക് അബൌട്ട് പീരിയഡ്സ്. അതെ, സംഭവം ഇതാണ്. ഇപ്പം വീട്ടുകാർക്ക് ചോദിക്കുന്ന പീരിയഡ്സ് മിസ്സായോന്നല്ലേ? ഇതൊക്കെ ഞാൻ എവിടെ പോയി ചോദിക്കും? ആര് പറഞ്ഞു തരും? എങ്ങനെയെങ്കിലും പണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വന്നാ മതി എന്നുള്ള രീതിയിലാണ്. ഇത് പിന്നെ എനിക്കൊന്നും ആയിട്ടില്ല പറ്റിട്ടേന്നുള്ള സംഭവം. അപ്പൊ ഇങ്ങനെ ടീച്ചർ എന്തെങ്കിലും ഞാൻ ആലോചിക്കാറുണ്ട്. എഗ്ഗാണോ എന്താ ആക്ച്വലി? മുട്ട അല്ലേ? മുട്ട അല്ല, ശേ പണ്ടൊക്കെ നമ്മളൊരു സ്കൂളിലൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ചൊക്കെ കൊണ്ടുപോകേണ്ട സിറ്റുവേഷൻ ഒക്കെ അല്ലായിരുന്നു. ഇതിങ്ങനെ ബോയ്സ് കാണാതെ കൊണ്ടുപോവുക അങ്ങനത്തെ ഒക്കെ ആ സംഭവം ഇങ്ങനെ ആ ഇമേജ് ഒക്കെ അത് ഇതില് കാണിച്ചു ഉദ്ദേശിച്ചത്. അല്ല, കാണിക്കുമ്പോ വോമിറ്റ് പറഞ്ഞ എന്തിനാ? അപ്പൊ ഓക്കെ, ഇത് ചോദ്യങ്ങളുമായി വൈബ്രേഷൻ, ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അറിയാൻ വേണ്ടിട്ടാണ് ക്ലാസ് കട്ട് അടിച്ചത്. ക്ലാസ് അപ്പൊ മിസ്സായില്ലേ? ക്ലാസ്സിൽ നിന്ന് ഒന്നും പഠിച്ചില്ല. അപ്പൊ ഇപ്പൊ നിങ്ങൾ അറിയാമോ? കുറച്ച് ഞാൻ ആക്ച്വലി പേടിച്ചു പോയി ഫസ്റ്റ് ടൈം ആയപ്പോ. എനിക്ക് എന്താ സംഭവം ആക്ച്വലി എനിക്ക് മനസ്സിലായില്ല. എനിക്ക് വല്ല ക്യാൻസർ ആണോ? സത്യം നോ പെയിൻ നോ ഗെയിൻ പ്രോസസ് ആണല്ലോ ഇത്. ഇല്ല, ആ ദിവസം പോയില്ല. പിന്നെ ഒരാഴ്ച ലീവ് ആയിരുന്നു. അതിന്റെ സന്തോഷം ഉണ്ടായിരുന്നു. വീട്ടിൽ തന്നെ ഇരിക്കല്ലോ. പക്ഷെ അത് പറഞ്ഞു തന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കണ്ടേ ഡൗട്ട് അവരെന്തെങ്കിലും പാഡ് വെക്കുന്നതിന്റെ ഒക്കെ ബുദ്ധിമുട്ട് കാര്യങ്ങളും അതിപ്പോഴും എനിക്ക് വെക്കാൻ ഇഷ്ടമില്ല സത്യം പറഞ്ഞ. അത് വേദന ഉണ്ട്, പക്ഷെ ടോളറേറ്റ് ചെയ്യാൻ പറ്റും എനിക്കുള്ള. അപ്പൊ പക്ഷെ ആ സമയത്ത് നടുവിന് വേണ്ടിയിട്ട് വൺസ് അപ്പോൺ എ ടൈം ചെയ്തപ്പോൾ അത് ചെയ്യുന്നില്ല. അപ്പൊ അവിടെ തൊടാൻ പാടില്ല, ഇവിടെ തൊടാൻ പാടില്ല. അയ്യോ, പക്ഷെ ഞാൻ ആ സമയത്ത് പനിക്കായി. ഞാൻ മേടിച്ചു. അയ്യോ, എനിക്ക് എന്തോ പറ്റി. പെട്ടെന്ന് നമ്മൾ ഇത് കാണുമ്പോഴേ പേടിയാണ്. പിന്നീടാണ് ആ കുട്ടി പറഞ്ഞ് എനിക്ക് കണക്ക്. ഓ അതാ, ഓക്കെ ഇതാണ്. എനിക്ക് ഓർമ്മയില്ല. അല്ല, എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞ. വേദന അപ്പൊ ഒന്നും അറിയില്ല, ഒന്നും അറിയില്ല. ഫസ്റ്റ് ഇതായി ഞാൻ രാവിലെ ഇരുന്ന് ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുക എക്സാമിന്. അപ്പൊ ആ സമയത്ത് ബാത്റൂമിൽ പോയപ്പോഴാണ് ഇങ്ങനെ ഈ ഇത് ബ്ലഡ് സംഭവം. അപ്പൊ പിന്നെ കുറെ ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്ന സന്തോഷം. അമ്മ ഞാൻ എക്സാം പാസ്സായി. അൺടച്ചബിൾ. പൂജാ റൂമിന്റെ അടുത്തൂടെ പോകാൻ പാടില്ല, ഇപ്പുറത്തൂടെ പോണ. പിന്നെ പക്ഷെ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. ഇപ്പൊ എന്റെ അമ്മ പക്ഷെ ആക്ച്വലി ഞാൻ ഈവനിങ് ആണ് നഖം വെട്ടുന്നത് കേട്ടാ. അയ്യോ വെട്ടില്ലെന്ന് പറഞ്ഞ അപ്പൊ തന്നെ ഞാൻ വെട്ടും.
ആൾക്കാരൊക്കെ പോലും നമ്മളിങ്ങനെ തൊടാണ്ടൊക്കെ പോകുന്ന സംഭവം ഉണ്ടല്ലോ. ഏജ് കോൺഷ്യസ് ആയിരിക്കണം. ഓക്കെ, ഇങ്ങനെ ചെടി പറിക്കേണ്ട ആവശ്യമില്ലാത്തോണ്ട് ഞാൻ പോവാറില്ല. അല്ലെങ്കിൽ ഞാൻ അല്ല ഇന്നലെ ഒരെണ്ണം കേക്ക് എടുത്ത് പറഞ്ഞായിരുന്നു, ഞാൻ അത് ഉദ്ദേശിച്ച് ചോദിച്ചാണോ എന്ന് വിചാരിച്ചു കേട്ടത്. ടു അണ്ടർസ്റ്റാൻഡ് ഫ്യൂച്ചർ ജനറേഷൻ. റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോകുമ്പോൾ ഒളിച്ചു വെക്കുമോ? ഇല്ല, പ്രത്യേകിച്ച് പീരീഡ് സമയത്ത് ഞാൻ ആരുടെ വീട്ടിൽ പോയി നിൽക്കാറില്ല. ലെറ്റ്സ് പാസ് ദ ക്വസ്റ്റ്യൻ ടു നെക്സ്റ്റ് വ്യക്തി. യെസ്, മനസ്സിൽ നൊന്ത ഒരു ഇൻസിഡന്റ് എന്താണ്? ഇന്ത്യ വാണ്ട്സ് ടു നോ, ദ വേൾഡ് വാണ്ട്സ് ടു നോ. എനിക്ക് ഫിസിക്കൽ പെയിൻ ആണ് കൂടുതൽ വരുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് മൂഡ് സ്വിങ്സ് സംഭവങ്ങൾ വന്നു പോവാറില്ല, അതിനുള്ള ആവതില്ല. മൂഡ് സ്വിങ്സ് കാണിക്കാനുള്ള ആവതില്ല. മൂഡ് സ്വിങ്സ് എനിക്ക് ഉണ്ടാവാറുണ്ട്. അല്ല എന്തെങ്കിലും ചെറിയ കാര്യം എനിക്ക് ചോദിക്കണം, പക്ഷെ ദേഷ്യം സിമ്പിൾ കാര്യമാണോ വെച്ചാൽ അപ്പൊ ഡേറ്റ് എടുത്തല്ലേ അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ ചില സമയം ലൈക്ക് സ്വന്തമായിട്ടുള്ള പ്രശ്നം ചില കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ചിരിക്കും. ചിരി തുടങ്ങി ചിരി നിർത്താൻ പറ്റാതെ, അത് ഇതിന്റെ ഈ സമയത്താണ് ഇത്ര പ്രശ്നം വരുന്നത്. പിന്നെ അതെനിക്കറിയില്ല, അത് മൂഡ് സ്വിങ്സ് ആണോ എനിക്ക് വട്ടാണോ, പിന്നെ കരച്ചില് വരും ചില സമയം, ഭയങ്കര വിഷമം വരും. എന്തുകൊണ്ടാണ് അമ്പലത്തിൽ പോകാൻ പറ്റുന്നത് വിടാത്തത്? അതിന്റെ ആൻസർ എനിക്ക് അറിയായിരുന്നു, കുറച്ചു നാൾ മുന്നേ എനിക്ക് അറിയായിരുന്നു. സത്യം നമ്മള് കുഞ്ഞിലെ തൊട്ട് കേട്ട് വരുമ്പോ, പക്ഷെ ആക്ച്വലി അതിനൊരു വേറെ റീസൺ ഉണ്ട്. കറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ അത് പറയാൻ പറ്റില്ല, അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ പോകും. അമ്പലത്തിൽ എന്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല പീരീഡ് സമയത്തില്? അത് ആര് ചോദിച്ചാലും അത് അങ്ങനെ പോകാൻ പാടില്ല എന്നൊക്കെ പറയും. ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണ് പറയുന്നത്. അതെ, പോസിറ്റീവ് രീതിക്ക്, അല്ലാതെ നെഗറ്റീവ് അല്ല. ആക്ച്വലി അതൊരു ഭയങ്കര പോസിറ്റീവ് രീതിക്കാണ് പറയുന്നത്. എന്തുകൊണ്ട് അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ല ഈ പീരീഡ് സമയത്തില്? കമന്റ് ബിലോ. യെസ്, കമന്റ് ബിലോ. ഇന്ത്യ വാണ്ട്സ് ടു നോ. പൊങ്ങിയല്ല എല്ലാരെയും പൊങ്ങിയല്ലേ? തമിഴാണ്. ആൾക്കാർ മിണ്ടാതിരിക്കാതെ ഒരു റിയാക്ട് ചെയ്യുന്നു. പൊങ്ങിയല്ലേ? ഓക്കേ, തമിഴ് വേർഡാണ്. തമിഴ് വേർഡാണ്. സോറി ഐ എം എനിക്ക് മറന്നുപോയി കേട്ടോ, സത്യം പറഞ്ഞ. എന്ത് വാന്നൊക്കെ ചോദിച്ചില്ലേ? എന്ത് വാന്ത ഇത് വേറെ ഒരു ഇത് അർത്ഥമാണ്. കണ്ട അത്ര എന്താണിത്? കൊള്ളാം, 5 points. അതൊരു ഇഷ്ടപ്പെട്ടു കേട്ടോ, കൊള്ളാം. കേടാവാതിരിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുക. ഇന്നിപ്പോ ചോക്ലേറ്റ് സിനിമയിലെ സിറ്റുവേഷൻ അതല്ല, ചോക്ലേറ്റ് സിനിമയിലെ സിറ്റുവേഷൻ കേക്ക് നേരത്തെ ബ്രെഡ് ആയിട്ട് തോന്നി, ബ്രെഡ് ആണെന്ന് തോന്നുന്നു പൃഥ്വിരാജ് എടുത്ത് റാപ്പൊക്കെ ചെയ്ത് പറയുന്നത് ആൾക്കാരെ കണ്ട അയ്യോ എന്താണ് അയ്യോ എന്നൊക്കെ പറഞ്ഞു. അതങ്ങനെയാണ്, അത്രേ ഉള്ളൂ. കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. ചോദിച്ച തർക്കുത്തരം എന്ന് പറയല്ലേ? ഇത് നമുക്ക് പൊളിച്ചെടുക്കാം. റോസ്റ്റിംഗ് ആണ്, സൊസൈറ്റിനെ റോസ്റ്റ് ചെയ്യാം. റോസ്റ്റ് ബമ്പറ കറങ്ങി വീട്ടിലുള്ളവരെ നോക്കുക, കെയർ ചെയ്യുക. ചായയും കോഫിയൊക്കെ ഇടാൻ പഠിക്കുക. ചായ വരെ എത്തിയില്ല ഞാൻ ഒരു പിഞ്ച് കുഞ്ഞായതുകൊണ്ട് കോഫി വരെ എത്തിയിട്ടുള്ളൂ. അവളൊരു കുഞ്ഞു പോലും. അപ്പൊ അതാണ് കാര്യം. ആർക്കോ വേണ്ടി സ്വന്തമായിട്ട് വേണ്ടിട്ട് പറയുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലേ? അല്ലെങ്കിൽ പിന്നെ വേണ്ടല്ലേ ബട്ടർ പൊന്നൊന്നും. ഞാൻ കഴിക്കില്ലല്ലോ ബട്ടർ. അവളുടെ അവളുടെ ഫേവറേറ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞത്. അല്ല മീൻസ് അങ്ങനെ ഇപ്പൊ ഐസ്ക്രീം എന്തായാലും എല്ലാ മാസം വാങ്ങിച്ചു കൊടുക്കണം, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ കെയർ ചെയ്യുക, ബേസിക് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വേണം എന്ന് പറയുമ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യുക.
ഇപ്പൊ ചൂടുവെള്ളം, ചായ, ഇതൊക്കെ ചിലപ്പോ വേണ്ട കേക്ക് കോഫി ഉണ്ടാക്കാൻ പഠിച്ചോണ്ട് തന്നെ കുഴപ്പമില്ല. അതൊക്കെ ഒന്ന് ഇതാക്കി കൊടുക്കുക. പിന്നെ കുറച്ച് പീസ് ഓഫ് മൈൻഡ് കൊടുക്കുക. പീസ് ഓഫ് മൈൻഡ് എപ്പോഴും വേണം, പക്ഷേ ഈ സമയത്ത് കുറച്ച് കൂടുതൽ കൊടുക്കുക. എല്ലാ മാസം ഐസ്ക്രീം മേടിച്ചു കൊടുക്കാം, പക്ഷെ ഡെയിലി മേടിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാൻ ഇനി നിങ്ങളെ തമ്മിലുള്ള അടിയൊക്കെ ഞാൻ നോക്കാനോ? എനിക്ക് ഐസ്ക്രീം ഞാൻ കുടിക്കില്ലല്ലോ. നീ സ്ട്രോങ് ടീ വിത്തൗട്ട് ഷുഗർ. സ്ട്രോങ് ട്രീ. ഓക്കേ ഓക്കേ. ട്രീ അല്ലടാ, ഇത് പറയാൻ വന്ന ഒന്ന് പറയാൻ ഇനിയിപ്പം വീഡിയോ ലെങ്ത് എത്ര ആയെന്ന് അറിഞ്ഞൂടാ.